നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന 3 കാര്യങ്ങൾ അത് തിരിച്ചടിക്കുമത്രേ. തിരിച്ചടിക്കുന്നത് അതേ രൂപത്തിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് ഒരു തിരിച്ചടി വന്ന് ആ സന്തോഷത്തെ മുഴുവൻ കെടുത്തി കളഞ്ഞേക്കാം ഈ 3 കാര്യങ്ങളിൽ ഒരെണ്ണം ഉണ്ടായാൽ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ചിലപ്പോൾ നമ്മളിത് വലിയ ഗൗരവത്തിലെടുക്കില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും അതികഠിനമാം വിധം നമുക്ക് തിരിച്ചടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനോദി മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും കൂടെയുണ്ട്. പരിപൂർണമായി കാണുക, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹംദിൻ്റെ ഫലങ്ങൾ ദിനേന ഇങ്ങനെ അറിയുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വീണ്ടും ഒരു സഹോദരി സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഉസ്താദേ, മക്കളില്ലാതെ വേദനിക്കുന്നു. എത്രയോ വർഷമായി, 10 വർഷത്തിലേറെയായി കല്യാണം കഴിഞ്ഞിട്ട്. സ്വബാഹുൽ ഖൈർ കാണാൻ തുടങ്ങി, അള്ളാഹുവിനെ ഹംദ് പറയാൻ തുടങ്ങി. ഞാനിപ്പോൾ ഗർഭിണിയാണ് എന്ന സന്തോഷ വർത്തമാനം. ഞാൻ ഓർക്കുന്ന ഏതാണ്ട് 3ാമത്തെ ആളാണ് ഇത്തരമൊരു കമൻറ്റ് നമുക്ക് നൽകുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി ചേർക്കുമാറാകട്ടെ. സുഖപ്രസവത്തിലൂടെ അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ എത്രയെത്ര ആളുകളുടെ ലൈഫാണ് ഹംദിലൂടെ മാറി മറിഞ്ഞത്. ഇനിയും ധാരാളം സ്തുതിക്കാൻ. നിങ്ങൾ നന്ദി ചെയ്താൽ പടച്ചവൻ വർദ്ധിപ്പിച്ച് തരും അനുഗ്രഹങ്ങളെ. അള്ളാൻ്റെ വാഗ്ദത്താണ്. പടച്ചവൻ വാഗ്ദത്തം ലംഘിക്കൂല. അവൻ തരും, അവൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരും. അള്ളാഹു നമുക്കൊക്കെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. 3 കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണുന്ന 3 കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തൗബ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെടിച്ചിട്ടില്ല എങ്കിൽ അതികഠിനമായി തിരിച്ചടി മരിക്കണതിന് മുമ്പ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. തിരിച്ചടിക്കും. വളരെ നിസ്സാരമാണ് നമ്മൾ ചിന്തിച്ചാൽ ഈ കാര്യം. പക്ഷേ അത് തിരിച്ചടിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മുഹമ്മദ് ഇബ്നു കഅബിൽ ഖുർദി റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. സലാസു ഖിസ്വാരിൻ മൻ കുന്ന ഫീഹി കുന്ന അലൈഹി. 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താലേ അവൻ എന്തായാലും ആ 3 കാര്യങ്ങൾ എതിരാകുമത്രേ. 3 കാര്യങ്ങൾ എതിരായി നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകട്ടെ. നമ്മൾ നിസ്സാരമായി കാണുന്ന 3 കാര്യങ്ങൾ അതിൽ ഒന്നെന്താണ്? അൽ ബഗ്യു. ബഗ്യു എന്ന് പറഞ്ഞാൽ അക്രമമാണ്. അക്രമം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരെ ആക്രമിച്ചിട്ടൊന്നുള്ളൂ ഉസ്താദേ? ഒരക്രമത്തിൻ്റെ പേര് പറഞ്ഞേ. കൊലപാതകം. എൻ്റെ പൊന്നു ഉസ്താദേ, ഞാൻ കൊള്ളയൊന്നും ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല അക്രമം. ഗീബത്ത് പറഞ്ഞിട്ടില്ലേ? നമീമത്ത് പറഞ്ഞിട്ടില്ലേ? ഒരാളുടെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ലേ? യാ അല്ലാഹ്, പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതും അക്രമമാണ്. അക്രമമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ കുറ്റം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഗീബത്ത് പറയല്ലേ. അപ്പോൾ സ്വഹാബത്ത് ഒതുക്കുന്നുണ്ട്, നബിയെ ഞങ്ങളും ഉള്ളതല്ലേ നബിയെ പറയണത്. മക്കളെ, ഇല്ലാത്തത് പറഞ്ഞാൽ അതിൻ്റെ പേര് കളവ് എന്നാണ്. ഉള്ളത് പറയണേനാ കുറ്റം പറയാമെന്ന് പറയണത്. ഒരു മനുഷ്യൻ്റെ ഉള്ള കുറ്റം പോലും പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നാണ്. ഗീബത്ത് പറയരുത്. അതവൻ്റെ പച്ച ഇറച്ചി തിന്നുന്നതിന് സമാനാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു അക്രമത്തിൽപ്പെട്ടത് തന്നെയാണ്. മഹാനായ മുഹമ്മദ് ബിൻ കഅബ് റഹിമഹുല്ലാ അദ്ദേഹം ഖുർആനായത്തോതി പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നമാ ബഗ്യുകും അലാ അൻഫുസികും. സൂറത്ത് യൂനുസിലെ ഒരായത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന അക്രമം അത് നിങ്ങൾക്കെതിരാകും, ഉറപ്പാണ്. ദുനിയാവിലും ആട്ടെ ആഖിറത്തിലും ഉറപ്പാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അല്ലാതെ നമ്മൾ പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടന്ന് തഹജ്ജുദ് കൊടാനുകൂടി റക്അത്ത് നിസ്കരിച്ചു വരുന്നാലും അള്ളാഹു പുറത്തരൂല. അള്ളാഹുമായിട്ടുള്ള തെറ്റാണെങ്കിൽ പടച്ചോൻ പുറത്തു തരും. തൗബ ചെയ്താൽ മതി. മറ്റൊരാളിതിൽ കണക്റ്റഡ് ആണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം എന്നാണ് ഇസ്ലാം പറയണത്. ചില ആളുകൾ വലിയ സൂഫിയായിട്ടൊക്കെ പറയും, വലിയ സൂഫിയാണ്. പടച്ചോനെ മറ്റുള്ളവരുടെ കുറ്റമൊന്നും പറയാൻ പാടില്ല അല്ലാ, എന്നാലും എങ്ങനെയാണ് പറയാണ്ടിരിക്കുക, അവൻ അങ്ങനത്തെ ഒരു വെടക്കാണ്.
യാ റബ്ബി അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഇങ്ങനെ വലിയ സൂഫി ചമയുന്ന ആളുകളുണ്ട്, അവർക്കിട്ടാണ് ആദ്യം രണ്ട് കൊടുക്കേണ്ടത്. അല്ലേ? എത്ര മോശം പ്രവണതയാണത്, എത്ര മോശം പ്രവണതയാണത്. അതുപോലെ ചിലർ തമ്മിൽ ഈ നമീമത്ത് ഉണ്ടാക്കും. പടച്ചേ യാ റബ്ബേ, നിന്നെക്കുറിച്ച് അവനെ കുറ്റം പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അല്ലാഹ് പടച്ചോനെ ഞാൻ അത് കേട്ടുപോയല്ലോ റബ്ബേ, അല്ലാഹു എനിക്ക് പുറത്ത് തരട്ടെ. എന്താ പറഞ്ഞത്? നിന്നെക്കുറിച്ച് അവൻ പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അല്ല എനിക്ക് പുറത്ത് തരട്ടെ. അപ്പോൾ ഇവനെക്കുറിച്ച് അവൻ പറഞ്ഞു എന്ന് അവിടെ കൊളുത്തി കൊടുത്തതാണത്. മനസ്സിലായിരുന്നുണ്ടോ? ഇങ്ങനെ കുറേ കള്ള സൂഫികളുണ്ട്. ഇവന്മാരൊക്കെ രണ്ടെണ്ണം കൊടുക്കണത് അല്ലേ? യാ റബ്ബി, അക്രമാണ്, കൊട്ടിയ അക്രമാണ്, നാവ് കൊണ്ടുള്ള അക്രമാണത്. അതത് നമ്മുടെ ആഖിബത്തിനെ ചീത്തയാക്കും. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടിക്കും. ചിലപ്പോൾ നമ്മുടെ സന്തോഷവേളയിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിനെ കെടുത്തിക്കൊണ്ടായിരിക്കും അത് തിരിച്ചടിക്കുക. ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അവൻ്റെ ദ്വായന് ഭയങ്കര പവറാണെന്നാണ്. പടച്ചോൻ എന്നെക്കുറിച്ച് ഈ അപവാദം പറഞ്ഞുകൊണ്ട് കിടക്കണം, എൻ്റെ കൽബ് വിങ്ങനുണ്ട്, അവനെ നീ അങ്ങ് നശിപ്പിക്കണേ അല്ല എന്നാ മനുഷ്യൻ്റെ മനസ്സിലെങ്ങാനും വന്നിട്ടുണ്ടല്ലോ, അവിടെ തീർന്നു ടമാർപ്പടാർ, നമ്മുടെ കഥ കഴിഞ്ഞു. അല്ലാ ബഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക. ഓക്കെ, രണ്ടാമത്തേത് നെക്സ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ലംഘിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം വാഗ്ദത്തം ചെയ്യുക, ലംഘിക്കുക. പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വേദികളിലൊക്കെ, പ്രസംഗവേദികളിൽ, ആരാണ് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി 10,000 തരാം ഉസ്താദേ, ഞാൻ തരാം എന്ന് പറഞ്ഞ് പോയതല്ല, അത് പിന്നെ വഴിക്ക് കാണൂല, പുറകെ നടന്നിട്ടും കാര്യമില്ല, കിട്ടൂല, കമ്മിറ്റിക്കാർ കയറി ഇറങ്ങി ഞാനൊരു ആവേശത്തിൽ പറഞ്ഞതാണെന്നാണ്. യാ അല്ലാ, വാഗ്ദത്തം ലംഘിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടിക്കുമെന്നത് ഖുർആനിലുണ്ട് എന്നാണ്. ഫമൻ നകസ ഫഇന്നമാ യൻകുസു അലാ നഫ്സി. യാ അല്ലാഹ്, ആരെങ്കിലും വാഗ്ദത്തം ലംഘിച്ചാൽ അവരുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. തിരിച്ചടിക്കും. അതേത് അവസരത്തിലാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ വാഗ്ദത്തം ചെയ്താൽ പാലിക്കുക. നല്ല കാര്യങ്ങളാണ് വാഗ്ദത്തം ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഇപ്പോൾ കെട്ടിയവരോട് പറഞ്ഞു, എടി നമുക്ക് രാത്രി വന്നിട്ട് സിനിമക്ക് പോവാ. സിനിമക്ക് പോയില്ല, ഇച്ചിരി വൈകിപ്പോയി വന്നത്. അപ്പോൾ കെട്ടിയോട് ഖുർആനായത്ത് ഓതി കൊടുക്കണം. ഫമൻ നകസ ഫഇന്നമാ യൻകുസു അലാ നഫ്സി. കണ്ടില്ലേ, വാഗ്ദത്തം ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചടിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്, ഇപ്പോൾ സിനിമക്ക് പോവാ. അതല്ല, അങ്ങനെ ഒരു വാഗ്ദത്തം പാടില്ല, അത് പാലിക്കാനും പാടില്ല. അങ്ങനെ ഒരു വാഗ്ദത്തം തന്നെ പാടില്ല അല്ലേ? ഹലാലല്ലാത്തത് കൊണ്ട് വാഗ്ദത്തം ചെയ്യരുത്. ഹറാം കണ്ടിട്ടാകരുത് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഹറാമുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബറക്കത്തൊക്കെ എടുത്ത് കളയപ്പെടുന്നേ. നിങ്ങൾ നല്ല ടൂർ പോയിക്കോ, ട്രിപ്പ് പോയിക്കോ, ഹലാലായ രീതിയിലൊക്കെ ചെയ്തോ, ഹറാം കടന്നു വരരുതേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഉസ്താദ് ഇതൊന്ന് കണ്ടു നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊരു ലിങ്ക് കൊണ്ടുവന്നിട്ടു. അയാളുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ അടുത്ത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. രാവിലെ ഉച്ചക്കും, ഈ അടുത്ത് കണ്ട് കല്യാണം കഴിഞ്ഞ ആളാണെന്ന് തോന്നുന്നു, രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. ഭാര്യയുടെ ആദ്യരാത്രി മുതൽ പാല് കൊണ്ടുവരുന്നു, അതും ഇതൊക്കെ കൊണ്ടുവരുന്ന വീഡിയോസ് എനിക്ക് ലിങ്ക് ഇട്ട് ഉസ്താദ് ഒന്ന് കണ്ടു നോക്കിയേ. ഞാൻ ഓപ്പൺ ചെയ്യും, വേഗം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതന്നെ പരിപാടി. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്ന് അയച്ചു തരണ്ട കേട്ടോ. യാ അല്ലാ, എത്രമാത്രം അതപ്പതിച്ച് പോയിട്ടുണ്ടല്ലേ സമൂഹം, എത്രമാത്രം നികൃഷ്ടമായിട്ടുണ്ട് സമൂഹം. മോനെ, നിനക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമായിരിക്കും, ഹലാല് കൊണ്ട് ഹലാലായ കാര്യങ്ങൾ പറയടോ യൂട്യൂബിൽ. സ്വന്തം ഭാര്യയെ കാഴ്ചപ്പണ്ടാരം പോലെ ഒരുക്കി നിർത്തുന്ന ആളുകൾ വരുമെന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദത്തല്ലേ, മുത്തുനബി തങ്ങൾ പറഞ്ഞതല്ലേ. ഖിയാമത്തിൻ്റെ അലാമത്തായി നീയൊക്കെ മാറുകയാണോ? എത്ര മോശമാണത്. നിങ്ങളുടെ കല്യാണത്തിന് ആ തങ്ങൾ വന്നു, ഈ തങ്ങൾ വന്നു, മറ്റേ ഉസ്താദ്, ഈ ഉസ്താദ്, ആ ഉസ്താദ്, ഏത് ഉസ്താദ് വന്നാലും ജീവിക്കുന്നത് നിങ്ങളല്ലേ. നിങ്ങൾ തോന്നിവാസം കാണിച്ചിട്ട് ആ ഉസ്താദ് വന്നതിൻ്റെ പോലീസ് കൊണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ഉസ്താദുമാരൊക്കെ വന്ന് ദുആ ചെയ്ത ദുആ നിങ്ങൾക്ക് ഫലിക്കണമെങ്കിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകണമെങ്കിൽ നല്ല നിലയ്ക്ക് ജീവിക്കേ. അല്ലാതെ നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും കോമാളിത്തരങ്ങൾ കൊണ്ടുവന്ന് യൂട്യൂബിൽ കാണിച്ച് നാട്ടുകാരുടെ കയ്യടി നേടിയാൽ നിൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല. ഈ നാട്ടുകാർ നിനക്ക് ബറക്കത്ത് തരൂല. ബറക്കത്ത് തരുന്നവൻ മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്നാണ് ബറക്കത്ത് ഉണ്ടാകുന്നത്. എത്ര വലിയ നാണം കെട്ട ഇടപാടാണത്. യാ അല്ലാഹ്, എത്ര നാളാണ് ഞാൻ പറയുന്നില്ല. അള്ളാഹു ബോധം കൊടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം, വാഗ്ദത്തം, നല്ല വാഗ്ദത്തം ലംഘിക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ വാഗ്ദത്തം പറയും, കുഞ്ഞാ വാപ്പി വരുമ്പോൾ എന്തായാലും പൊന്നിനെ പറക്കിക്കൊണ്ടാകും. കുഞ്ഞ് കാത്തിരിക്കും. വാപ്പ അത് മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ വെറുതെ പറഞ്ഞായിരിക്കും. വെറുതെ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി പറയരുത് കുഞ്ഞുങ്ങളോട്. അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ നമ്മിൽ വിശ്വാസം ഇല്ലാണ്ടാവും. നമ്മിൽ വിശ്വാസം ഇല്ലാണ്ടായി വളർന്ന് വരുമ്പോൾ ലാസ്റ്റ് കുഞ്ഞിൽ നമ്മളെ വിശ്വസിക്കേണ്ട ഒരു ഗതിയിലേക്ക് എത്തും. കുഞ്ഞുങ്ങളോട് വാഗ്ദത്തം ചെയ്താൽ അത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിച്ചിരുത്തിയിട്ട്, കുഞ്ഞാ വാപ്പിക്കൊന്നും പറ്റിയില്ലടാ, വാപ്പി ഇങ്ങനെ പെട്ടുപോയതാണ്, നാളെ എന്തായാലും വാപ്പിയുടെ മോനെ കൊണ്ടുപോകാം കേട്ടോ എന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ കാരണം കൃത്യമാക്കി കൊടുക്കുക.
അതുപോലെ തന്നെ ഭാര്യയോട് നല്ല കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്താലേ, എടി ഞാൻ ഇന്ന് രാത്രി വന്നിട്ട് നമുക്ക് നിൻ്റെ വീട്ടിൽ പോവാം, പാവം അത് കാത്തിരിക്കുകയായിരിക്കും, പുള്ളി അത് മറന്നു പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മനഃപൂർവ്വം ഇത്തിരി വൈകി വരും, അല്ലെങ്കിൽ ആ കാര്യം വിടുക, വരുമ്പോൾ തന്നെ നമുക്ക് പോവാം. എവിടെ പോകാൻ, മനുഷ്യർ ജോലി കഴിഞ്ഞ് വന്നിട്ട് അത് പറയണമെങ്കിലായിരിക്കുമ്പോഴാണ് മക്കളെ വീട്ടിൽ പോക്ക്. ഒരിക്കലും അങ്ങനെ പറയരുത്. ആ സ്വഭാവം നമുക്ക് തിരിച്ചടിക്കും എന്നാണ്, തിരിച്ചടിക്കും. ആരത് പറയണത്? അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളാണ്. ഖുർആൻ ഓതിയിട്ടാണ് പറയുന്നത്, ഖുർആൻ ആയത്ത് വെച്ചാണ് പറയുന്നത്. മാതാപിതാക്കൾക്ക് വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, ആർക്കും ആയിക്കോട്ടെ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക എന്ന് പറയുന്നത് മുനാഫിഖിൻ്റെ സ്വഭാവമാണ്, മുഅ്മിനിൻ്റെതല്ല. മുനാഫിഖ് ഏറ്റവും ഖബറിൻ്റെ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. അള്ളാഹു കാവൽ നൽകട്ടെ. മൂന്നാമത്തേത്, അപ്പോൾ രണ്ട് കാര്യങ്ങൾ തിരിച്ചടിക്കും നമ്മൾ പറഞ്ഞു. ഒന്ന് അക്രമം, അത് വായ കൊണ്ടാണെങ്കിലും ശരി. രണ്ടാമത്തേത് വാഗ്ദത്തം ചെയ്താൽ ലംഘിച്ചാൽ അത് തിരിച്ചടിക്കും. മൂന്നാമത്തേതിൽ മക്രു, ചതി ചെയ്യുക, ചതിക്കുക. ഒരാളെയും ചതിക്കരുത്, ചതിയന്മാരാകരുത്. ചതിക്കുന്നതും കപടൻ്റെ സ്വഭാവമാണ്. ഒരു മുഅ്മിനിൽ നിന്ന് ചതി ഉണ്ടാവില്ലല്ലോ. സ്വഹാബത്തിനെയൊക്കെ ചതിച്ചു കൊന്നത് മുനാഫിക്കുകളാണ്. കൊലപാതകം മാത്രമൊന്നുമല്ല ചതി. ഓരോ ദിവസവും വരുന്ന കമൻസ്, നമ്മുടെ ഈ സൈക്കോളജിക്കൽ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ്, ഉസ്താദെ ഭർത്താവിന് അവിഹിത ബന്ധം, ഭർത്താവ് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ചാറ്റിക്കുന്നു. എത്ര വലിയ ചതിയാണത്! നിന്നെ വിശ്വസിച്ച് കൂടെ വന്ന പെണ്ണിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നീ കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടല്ലേടാ അത്, അല്ലേ? നിൻ്റെ കെട്ടിയോൾ ഇതുപോലെ ചെയ്താൽ നിനക്കിഷ്ടാവോ? നിൻ്റെ ഭാര്യ മറ്റുള്ളവനോട് ഇതുപോലെ ചാറ്റ് ചെയ്താൽ, നിൻ്റെ ഭാര്യ മറ്റുള്ളവൻ്റെ ഔറത്ത് കണ്ടാൽ നിനക്ക് ഇഷ്ടാവോ? നീ അത് ആഗ്രഹിക്കോ? പടച്ചോൻ വെറുതെ വിടൂല കേട്ടോ. നീ ചതിച്ചാൽ നിനക്കും ഒരു ചതി കാത്തിരിപ്പുണ്ട്, നിന്നെയും കാത്തൊരു ചതി ഇരിപ്പുണ്ട്. ആ ചതി ഉണ്ടല്ലോ, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവസരത്തിൽ നിൻ്റെ മുഴുവൻ സന്തോഷത്തെയും എടുത്തു കളയുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. തിരിച്ചടി. തമാശക്ക് പോലും ചതിക്കരുത്. തമാശക്ക് പോലും ഇപ്പോൾ അവിഹിത ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ആളുകൾ തമാശ ഒരു നേരം പോക്കുന്നതാണ്. അതിൽപ്പെട്ടിങ്ങനെ ഹറാമിലായി തൻ്റെ കെട്ടിയോളിങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരവസരത്തിൽ അവൾ കണ്ടുപിടിച്ചാൽ എല്ലാ ഭാര്യമാരും ക്ഷമിക്കുന്നവരല്ല. ചിലപ്പോൾ അവിടം കൊണ്ട് ജീവിതം തകർന്ന് ഒറ്റപ്പെട്ട ആരുമില്ലാത്തവനായി നാണക്കേട് സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മക്കളും തിരിഞ്ഞു നോക്കൂല, കെട്ടിയോളും തിരിഞ്ഞു നോക്കൂല, തൊലാക്ക് ചോദിച്ചു വാങ്ങി അവൾ പോയി. പിന്നെ എങ്ങനെ നീ ജീവിക്കും? അപകടമാണ്. അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിറിൽ അദ്ദേഹം അതിന് തെളിവ് പറയുന്നുണ്ട്, വലാ യഹ്ഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി. തീർച്ചയായും ചതിയും തിരിച്ചടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാറ്റി വെക്കുക. ഹൃദ്യമായി മുഅ്മിനീങ്ങൾ ജീവിക്കണത് പോലെ അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം ചോദിച്ചത് എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖബറിൻ്റെ അടുക്കൽ വന്ന് മഴ തേടിയ സ്വഹാബിയുടെ പേരെന്താണ്? അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് തീരെ മഴയില്ല, പുല്ല് പോലും മുളക്കണില്ല, ഭയങ്കര വരൾച്ചയാണ്. മഹാനായൊരു സ്വഹാബി ഹബീബായ തങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വന്നു. യാ റസൂലല്ലാഹ് ഇസ്തഖിലി ഉമ്മത്തിക് ഇന്നഹും ഖദ് ഹലകൂ. നബിയേ, ഉമ്മത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മഴ തരണേ നബിയേ. മഴ തരുന്നത് നബിയല്ല, ആ സ്വഹാബിക്കറിയാം. ആ ചോദ്യത്തിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ, അള്ളാഹുവിൽ നിന്ന് ചോദിച്ച് വാങ്ങിത്തരണേ നബിയെ, അല്ലെങ്കിൽ അള്ളാഹ് തന്ന കഴിവിൽ നിന്ന്, ആ മുഅ്ജിസത്തിൽ നിന്ന് മഴ തരണേ നബിയെ. അല്ലാതെ സ്വന്തമായിട്ട് മഴ ഉണ്ടാക്കാൻ മുത്തുനബിക്ക് കഴിയില്ല എന്ന് സ്വഹാബിക്കറിയാം. ആ സ്വഹാബി, എല്ലാ സ്വഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? സ്വഹാബി ചോദിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങാൻ. ആ സ്വഹാബിയുടെ പേര് ബിലാലുൽ മുസ്നി എന്നാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ല, ബിലാലുൽ മുസ്നിയാണ്, മറ്റൊരു സ്വഹാബിയാണ്. കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാണുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നിങ്ങൾക്ക് മഴ കിട്ടും, സന്തോഷ വർത്താനം അറിയിക്കുന്നുണ്ട്. എന്നിട്ട് ഉമറിനോട് എൻ്റെ സലാം പറയണം, അല്പം കട്ടി കുറച്ച് ഭരിക്കാൻ പറയണം, ജനങ്ങളോട് ഇത്ര കാർക്കശ്യം വേണ്ട, കുറച്ച് കനം കുറച്ച് ഭരിക്കാൻ പറയണം. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ സ്വഹാബിയോടാണ് ഇല ഹദ്റത്തി ഉമർ റളിയല്ലാഹു അൻഹു, ഉമറിൻ്റെ ഹദ്റത്തിലേക്ക് എത്താണ്. ഇതൊക്കെ ശിർക്കാണെങ്കിൽ ആദ്യം ഉമർ ആ മനുഷ്യൻ്റെ തലയെടുത്തേനെ അല്ലേ? അതും സ്വഹാബിയല്ലേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങൾ സലാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മനുഷ്യൻ നിന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. ശക്തമായ മഴ ലഭിച്ചു എന്നാണ്. മുത്തുനബി തങ്ങളെ സഹായിച്ചു. ആരാണ് സ്വഹാബി? ബിലാലുൽ മുസ്നിയാണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഇൻഷാ അല്ലാഹ് 7ാമത്തെ ചോദ്യത്തിൻ്റെ അന്നാണ്. അള്ളാഹു അതൊക്കെ ഭംഗിയാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യം എന്താണ്? ഖുർആനിൽ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് സിഹർ ചെയ്യാൻ വേണ്ടി രാത്രി സമയങ്ങളിൽ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സൂറത്തുണ്ട്. സിഹറന്മാരായ, സിഹർ ചെയ്യുന്ന ഊടോത്രക്കാരികളായ പെണ്ണുങ്ങൾ.
ഏതാണ് ആ സൂറത്ത്? ഏത് സൂറത്തിലാണ് അങ്ങനെ ഒരു പരാമർശം അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾക്ക് നമുക്ക് 1000 രൂപ നൽകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണേ അല്ലാ. ഈ പറഞ്ഞ മോശം ഗുണങ്ങളുള്ളവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, ചതിയന്മാരിൽ അതുപോലെ തന്നെ മുനാഫിക്കുകളിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ. ഈമാനിൽ വർധനവ് നൽകണയല്ല, യഖീൻ നൽകണയല്ല, ഇസ്തിഖാമ നൽകണയല്ല. അമലുകൾ പരിപൂർണമായി നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ നിർവഹിക്കാൻ തൗഫീഖ് നൽകണയല്ല. നിഫാഖിൻ്റെ ഒരു അംശം ഞങ്ങളുടെ കൽബിലുണ്ടെങ്കിൽ നീ അതെല്ലാം ശുദ്ധീകരിക്കണയല്ല. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബ കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നിറയ്ക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സ്വാലിഹീങ്ങളാക്കണയല്ല, ഞങ്ങളുടെ ഇണകളെ നേർവഴിയിൽ നടത്തണയല്ല, അവിഹിതങ്ങളിൽ പിടിച്ചല്ലേ തമ്പുരാനെ. എല്ലാ പൈശാചികതകളിൽ നിന്നും മുക്തി നൽകണേ അല്ലാ. യാ റബ്ബന, എത്രയെത്ര രോഗികളാണ്, മാറാരോഗങ്ങൾ നൽകല്ലയല്ല, പരിപൂർണ ശിഫാ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല, ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണയല്ല, ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല, പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ബറക്കത്ത് ചൊരിയണയല്ല. പടച്ചവനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. മക്കളില്ലാതെ എത്ര പേരാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. ഓരോരുത്തരും സങ്കടങ്ങൾ പറയുന്നുണ്ട്. യാ റബ്ബന, ഹംദ് ചൊല്ലുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല. നീ നൽകണേ തമ്പുരാനെ. നീ നൽകുന്നത് ആർക്കാണല്ല തടുക്കാൻ കഴിയുക? വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വീടില്ലാതെ ഓരോരോ വാടക വീടുകൾ കയറിയിറങ്ങി ജീവിതം തീർന്നു പോവുകയാണ് ഉസ്താദെ എന്ന് പറഞ്ഞവർ, ഹൈറായ നല്ലൊരു ഭവനം നീ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാന് സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓരോരുത്തരെയും കുടുംബസമേതം അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഇണകളെയും ഈ കുടുംബത്തെയും നീ ഒരിടത്തും പരാജയപ്പെടുത്തല്ലയല്ല. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.